ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പം പുതിയ ജോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കാണിച്ചു തരാം ജോഡി. ഈ വെള്ളയും ഇതാണ് ജോഡി. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം ഏതൊക്കെയാണ്. നമ്മളതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വെള്ളപ്രാവാണ്. ഇതൊരു പറവയാണ്. നല്ല പ്രാവ, ക്വാളിറ്റി ഉള്ള. അവിടെ പറന്നിട്ടുമുണ്ട്. ഇതെടുത്ത മെയിലാണ്. അതിൻ്റെ ഒരു നാഗർകോവിൽ ലൈനേജ്. അതിൻ്റെ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു സാധനം. ഇതുമാണ് അപ്പം ജോഡി. ഞാൻ അടുത്ത ജോഡി നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് അടുത്ത ജോഡി. ഇതാണ് എൻ്റെ ഫീമെയിൽ. ഇതും നേരത്തെ കാണിച്ച നാഗർകോവിലിൻ്റെ ആ മെയിൽ വരുന്ന പെയർ. ഇപ്പം നമ്മൾ പെയർ പൊടിച്ച വെള്ളേൻ്റെ ഇവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ബ്രൗൺ. ഇതും എൻ്റെ വാലൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഊരി വിട്ട് പുതിയ വാല് വരാൻ. ഇതാണ് എൻ്റെ ഫീമെയിൽ. നമുക്ക് ഞാൻ എൻ്റെ മെയിലിനെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ മെയിൽ. ഇതിവിടെ ഒരു ഉണ്ടായ പ്രാവാണ്. ഇത് നമ്മളെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇത് 2 മുട്ട ഇടുമല്ലോ. ഇത് ഈ നാഗർകോവിലും ആ വെള്ളയും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുട്ട എടുത്ത് ഇവർക്ക് വെച്ച് കൊടുക്കും. ഇവർക്ക് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ 2 മുട്ട ഇടുമെന്ന് വിചാരിച്ചു അവർ. അപ്പോൾ അതിലൊരു മുട്ട എടുത്ത് ഇവർക്ക് വെച്ച് കൊടുത്തിട്ട് ഇവരെ ഒരു മുട്ട എടുത്ത് മാറ്റിയിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവർ 2 മുട്ട കയറിയും അവരിൽ ഒരു മുട്ട വെച്ച് കൊടുക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ പറവകളെ ക്വാളിറ്റി പോകും. 2 മുട്ടയൊക്കെ വെച്ച് കൊടുത്താൽ 2 കുഞ്ഞുങ്ങളൊക്കെ നോക്കിയെടുക്കുമ്പോൾ ക്വാളിറ്റി പോകും. അപ്പോൾ അതാണ് പ്ലാൻ. നമുക്ക് അടുത്ത പ്രാവിനെയും കൂടെ കാണിച്ചു. ഒരു പ്രാവും കൂടെ ഉണ്ട്, അതിനെയും കൂടെ കാണിച്ചു തരാം. ഇതാണ് കേസ് നമ്മൾ ലാസ്റ്റ് പ്രാവ്. സബ്ജ, മറ്റേ പഴയ സബ്ജ. ഇനിയിപ്പം പറത്തണമൊന്നുമില്ല. ഇപ്പം വേണമെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം പറത്തി കാണിച്ചാൽ. ഇപ്പം നമ്മൾ ട്രെയിനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടൈമൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. വെയിലൊന്നും കൊള്ളിക്കാറില്ല നമ്മളിപ്പം. അപ്പം നല്ല ടൈമും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുമ്മാ ആണെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പറപ്പിച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് കേസ് നമുക്ക് എല്ലാ എല്ലാ ബ്രീഡിങ് പേഴ്സിനെ ഇവിടെ ഇട്ടൊന്ന് അതിൻ്റെ നിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് കേസ് നമ്മൾ ഫസ്റ്റ് ജോഡി. കണ്ടോ, അതിൻ്റെ നിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കേസ്. നല്ല പ്രാവാണ് കേസ്. നാഗർകോവിൽ ഉണ്ടാവും. നിൽക്കുന്ന കാണുമ്പോഴേ അറിയാൻ പറ്റും. പിടിച്ചിട്ട് കാണിച്ചു തരാം. അതിനും കൂടെ ഉണ്ടോ, സെറ്റ് സാധനമാണ് കേസ്. അടുത്ത ജോഡീനെ കാണിച്ചു തരാം കേസ്. ഇതാണ് കേസ് അടുത്ത മെയിൽ. ഇത് ഫീമെയിലാണ്. അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ അടയിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ജോഡി ഇട്ടിരുന്നത്. ഇതിൻ്റെ ഒരു കുട്ടി എടുക്കുക, അതിന് 2 കുട്ടികൾ എടുക്കുക. എന്നിട്ട് പറപ്പിച്ച് നോക്കും ഗൈസ്. കണ്ടോ ഗൈസ്, മസ്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നല്ല ജോഡിയാണ്. നമുക്കിപ്പം വേണമെങ്കിൽ 2 പറപ്പിച്ച് കാണിച്ചു തരാം. വെള്ളേനെ സബ്ജേനെ പറപ്പിച്ച് കാണിച്ചു തരാം. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. ഇവരിവിടെ നിൽക്കത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ പറവകളൊക്കെ വിട്ടിട്ടുണ്ട്. അതിപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ സെറ്റായി വരും. അപ്പോൾ നല്ല താഴ്ന്നാണ് നിൽക്കുന്നത്. അതിന് 2, 3, 4 മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ല പൊങ്ങിക്കോളും. അതാണ് പറവകൾ. ഗൈസ്, ഇപ്പോൾ നമ്മൾ അത്ര ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പം അത്ര പൊങ്ങാത്തയും പിന്നെ ടൈമും കയറൂലേന്ന്. കുറച്ച് നേരം പറഞ്ഞിട്ട് ഇറങ്ങും ഗൈസ്. വരെയാണ് പറവകൾ. ഇപ്പം അത്ര പറക്കൂല ഗൈസ്, കാരണം നമ്മളത്ര ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് ചിലപ്പം കുറച്ച് നേരം കൂടെ നിൽക്കും എന്നാണ് തോന്നണം. ആ ഗൈസ്, പൊങ്ങണമെന്നുണ്ട്. വരും. നല്ല പൊങ്ങിയിട്ടുണ്ട് ഗൈസ്. സാധനങ്ങൾക്ക് താഴ്ന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. കുറച്ച് നേരം കഴിയട്ടെ, അതൊന്ന് സെറ്റിലാവട്ടെ മുകളിൽ നിന്ന്. അപ്പോൾ ഗൈസ്, ഇതൊരു നമ്മളൊരു പുതിയ മൊബൈലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പം ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയുക ഗൈസ്. ഇതൊരു വിവോൻ്റെ V70 എന്ന് പറയുന്ന മൊബൈലാണ്. V70 FE എന്ന് പറയുന്ന മൊബൈൽ. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങോട്ട് പോയിരിക്കുകയാണ് പ്രാവ്. അവിടെ അങ്ങോട്ട് പോയതാണ് പറഞ്ഞു. ഗൈസ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതൊന്ന് സെറ്റിലാവട്ടെ ഗൈസ്. നല്ല താഴ്ന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ആണ് നല്ല താഴ്ന്നവരെയാണ് ഗൈസ്. ഇറങ്ങാൻ പോകണമായിരിക്കും ഗൈസ്. ആ വെള്ളേനെ ഇപ്പം ജോഡി ചേർത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് പറക്കണ ഇതൊക്കെ നിന്നാണ് തോന്നുന്നത്. എനിക്കുണ്ടാകുന്നത് മസ്ത് നല്ല താഴ്ന്നിട്ടുണ്ട്.
പക്ഷെ സബ്ജക്റ്റ് കേസ് അത്യാവശ്യം പറക്കാൻ നോക്കുന്നുണ്ട്. അതിനിപ്പം ചെറുതായിട്ടൊക്കെ ട്രെയിനിങ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് സമയം കിട്ടും. എക്സാമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യണുണ്ട്. നല്ല താഴ്ന്നിട്ടുണ്ട് കേസ്. ഇപ്പോൾ ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. ഈ റൗണ്ടിലേക്ക് ഇറങ്ങും. പിന്നെ കേസ് പുതിയ പ്രാവിനെയൊക്കെ നമ്മൾ പറത്തി തുടങ്ങി. അതിനാണെങ്കിൽ പറത്തി കാണിച്ചു തരാം. എവനെയാണ് കേസ് നമ്മൾ വിട്ടു തുടങ്ങിയത്. ഇപ്പം ജോഡി ചേർത്തുകൊണ്ട് അത്ര പറക്കൂലെന്നാണ് തോന്നണം. ഇന്നലെയൊക്കെ പറത്തിയപ്പം കേസ് പെട്ടെന്നൊന്നും ഇറങ്ങും. ഇതിന് എപ്പോഴും അതിൻ്റെ ജോഡീൻ്റെ കൂടെ നിൽക്കണം. അതാണ് ഇതിൻ്റെ പ്രശ്നം. ജോഡി ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. നമുക്ക് ഇതിനെ വിട്ടുകൊടുക്കാം. ജസ്റ്റ് പറക്കുമെന്നൊന്നും അറിയത്തില്ല കേസ്. അമ്മരോടെ ഉണ്ടോ വിട്ടുകൊടുക്കാം. വിട്ടിട്ടുണ്ട്. ഇപ്പം ഇറങ്ങണ്ട കേസ്. അത് പറഞ്ഞുണ്ടായില്ല. മറ്റേൻ്റെ കൂടെ കയറിയ കുഴപ്പമില്ല. പക്ഷേ കണ്ടിട്ടുണ്ട് കേസ്. ഇതെൻ്റെ പെട്ടനെ കണ്ട അവിടെ നിൽക്കില്ല കേസ്. നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പം ഇതാണ് എൻ്റെ പെട്ട. നമുക്ക് പെട്ടെന്നൊന്ന് വെട്ടിട്ട് കാണിച്ചു തരാം കേസ്. ഇറക്കുന്നുണ്ട് നോക്കാനുള്ളേ. കണ്ടതാ നല്ല താഴ്ന്നു വന്നിപ്പോൾ. അടുത്ത റൗണ്ടി ഇറങ്ങുമോ നോക്കി. അത് ഇറങ്ങി തന്നിട്ടുണ്ട്. വെള്ള ഇറങ്ങിയിട്ടുണ്ട്. സബ്ജ അതാ വരുന്നുണ്ട്. അതെല്ലാം ഇറങ്ങിയിട്ട് 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇറങ്ങുള്ളൂ കേസ്. അപ്പോൾ അത് അതാ വരണം. അങ്ങോട്ട് പോയി. ഇതിപ്പോൾ ഇറങ്ങുമെന്ന് വിശ്വസിക്കണ്ട കേസ്. നമുക്ക് വെയിൽ കൊള്ളണം. പരുന്തൊക്കെ ഉണ്ട് ഇവിടെ. പരുന്ത് നമുക്ക് ഇവിടെ ഉണ്ടായ ചെടികളൊക്കെ കാണിച്ചു തരാം കേസ്. ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട്. പൂവൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. ഉണ്ടോ കേസ്? കൊള്ളാം. പൂവുണ്ടോ? പിന്നെ ഇതെല്ലാം വാടിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിപ്പം ഭംഗിയില്ല. ഇന്നലെ വരെ ഭംഗിയുണ്ടായിരുന്നു. വാടിക്കാണ് കേസ്. വാടിപ്പോയി. ഇതൊരു ഇലച്ചെടിയാണ്. ഇൻഡോർ പ്ലാന്റൊക്കെയാണ് കേസ്. കൊള്ളാവോ? എന്താ സബ്ജ ഇറങ്ങിയിട്ടുണ്ട് കേസ്. വെള്ളം ഇവിടെ ഉണ്ട്. സബ്ജ ഉണ്ട് അവിടെ തന്നെ. അപ്പം കഴിച്ച് ഇന്ന് ഇത്രേ ഉള്ള കേസ്. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതാ അവിടെ മുട്ടയ്ക്ക് വേണ്ടി ഓട്ടിച്ച് തുടങ്ങി കേസ്. അപ്പം കേസ് ബൈ.